Audio Jungle. Audio Jungle. എല്ലാ ഫോണിനും ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. ഷൗമിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൗമിയുടെ ഫോണും എല്ലാവർക്കും അഫോർഡബിൾ റേറ്റിലാണ് കൊടുക്കുന്നത്. വളരെ നല്ല ക്യാമറ, നല്ല പെർഫോമൻസ്, അത്യാവശ്യം മോശമില്ലാത്ത ബാറ്ററി ബാക്കപ്പ് ഉണ്ട് ഫോണിന്. പക്ഷെ ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഈ ഷൗമിയുടെ ഫോണിന് ഒരുവിധ എല്ലാത്തിനും ബിൽഡ് ക്വാളിറ്റി വളരെ പുവർ ബിൽഡ് ക്വാളിറ്റിയാണ്. ഒരു കാര്യമില്ലെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ലാത്ത ബിൽഡ് ക്വാളിറ്റിയാണ്. ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേറൊരു ഒപ്പീനിയൻ ആണെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറയുന്നത്. എന്തുണ്ടായി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ഫോൺ വാങ്ങി, ഞാൻ അങ്ങനെ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പോക്കറ്റിലായിരുന്നു ഫോൺ ഉണ്ടായിരുന്നത്. തിരിച്ച് ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചപ്പോൾ ഫോണും ഒരു സ്ലൈറ്റ് ബെൻഡ് ഞാൻ ശ്രദ്ധിച്ചു. നോക്കിയപ്പോൾ ഡിസ്പ്ലേ ബൾജ് ചെയ്തൊക്കെ പുറത്തത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫോൺ ബെൻഡായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുത്തു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇത് നിങ്ങൾക്ക് മാത്രം കണ്ടുവരുന്നൊരു ഇഷ്യൂ ആണ്, അതുകൊണ്ട് വേറെ വഴിയില്ല, ഫോണിന് റീപ്ലേസ്മെൻറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ആകെ പേടിച്ചു, എന്താ ചെയ്യുക, ഒരു വഴിയില്ല. അങ്ങനെ ഞാൻ ആകെ പെട്ടു. എനിക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. ഫ്ലിപ്കാർട്ടിൽ തിരിച്ചു കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീപ്ലേസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് അത് എൻ്റെ മാത്രം പ്രശ്നമാണെന്ന്. ഞാൻ എന്നിട്ട് ആ കാര്യം വിട്ടു, പിന്നെ അതിനെക്കുറിച്ച് നോക്കിയിട്ടില്ല. പല ഡെവലപ്പർ ഫോറത്തിലും അങ്ങനെ പല ഫോറങ്ങളിലും ഞാൻ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കണ്ടു തുടങ്ങി, ഫോൺ ബെൻഡാവുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവരെന്നോട് പറഞ്ഞത് അത് എൻ്റെ മാത്രം ഇഷ്യൂ എന്നാണ്. വേറൊരുത്തൻ ഇതിനെക്കുറിച്ചൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് ഇതിന് വരെ കൺസ്യൂമർ കോർട്ടിൽ പോയ വേറൊരുത്തുണ്ട്. അവൻ്റെ ഫോറം ഞാൻ വായിച്ച് നോക്കിയപ്പോൾ ഇതിൽ കണ്ടത് Note 4 മുതൽ Note 6 വരെയുള്ള ഫോണുകൾ ഷൗമിയുടെ ഈ മെയിൻ ഫോൺസിനാണ് കംപ്ലയിൻറ്റ് കണ്ടുവരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നത് Note 5 Proയും Note 5നും. നിങ്ങൾ ഈ ഫോൺ പോക്കറ്റിലോ അല്ലെങ്കിൽ എങ്ങനെയും ഒരു പ്രഷർ വരികയാണെങ്കിൽ ഫോൺ ബെൻഡ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. ഇത് ഫോൺ ഉണ്ടാക്കാൻ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി കുറവുകൊണ്ടാണ്. അത് ഷൗമിയുടെ ഫോൺസ് ഒരു ഇതെല്ലാം ബിൽഡ് ക്വാളിറ്റി വളരെ പുവർ ബിൽഡ് ക്വാളിറ്റിയാണ്. ഷൗമിയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ഞാൻ കണ്ടിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. എന്താ വെച്ചാൽ ഇത് വാറൻറ്റി പോലും കിട്ടില്ല. ഡിസ്പ്ലേ പോയി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഫോൺ ബെൻഡായി കഴിഞ്ഞാലും നിങ്ങൾക്ക് കമ്പനിയിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, അവർ നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കാര്യം സർവീസ് സെൻറ്റർ. അത് പല സർവീസ് സെൻറ്ററും പലതുപോലെ, പക്ഷേ ഞാൻ പോയ സർവീസ് സെൻറ്റർ മാത്രമാണോ അങ്ങനെയെന്ന് എനിക്കറിയില്ല. ആ കാര്യം വിട്ടേക്ക് സാറില്ല. പക്ഷേ രണ്ടാമത്തെ കാര്യം ഈ ഡിസ്പ്ലേ ഫോൺ ബെൻഡാവണതും ഡിസ്പ്ലേയുടെ കാര്യവും. ഒരുപാട് പേർക്ക് ഈ കംപ്ലയിൻറ്റ് കണ്ടുവരുന്നുണ്ട്, ഫോൺ ബെൻഡാവണ ഇഷ്യൂ. അത് Note 5 Pro യൂസേഴ്സിനാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഞാനത് സർവീസ് സെൻറ്ററിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറിജിനൽ ചാർജർ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നത്, ബാറ്ററി പൊളച്ചാന്ന് പറഞ്ഞത്. ഞാനത് അവരെ കൊണ്ട് ഫുൾ ഡയഗ്നോസിസ് ചെയ്ത റിപ്പോർട്ടിൽ നോക്കിയപ്പോൾ അതിൽ മനസ്സിലായി PCB ബോർഡ്, അതായത് മദർ ബോർഡുമ്പോൾ ബെൻഡ് വന്നിട്ടുള്ളതാണ്. ഞാൻ വേറെ പല ഫോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ മുമ്പ് പോയിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ഈ ഒരു കംപ്ലയിൻറ്റ് കണ്ടിട്ടില്ല. ഷൗമിക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കംപ്ലയിൻ്റാണ്, ആർക്കും അറിയാത്തൊരു കംപ്ലയിൻറ്റുമാണ് ഫോൺ ബെൻഡാവണ ഇഷ്യൂ. ഇതിങ്ങനെ കുറേ പേർക്ക് ഈ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. കമ്പനി വാറൻറ്റി തരുന്നതല്ല. ഡിസ്പ്ലേ പോയി കഴിഞ്ഞാലും ഫോൺ ബെൻഡായി കഴിഞ്ഞാലും കമ്പനിയിൽ നിന്ന് വാറൻറ്റി ഒരിക്കലും കിട്ടില്ല. ഫ്ലിപ്കാർട്ടിൽ നിന്നാണെങ്കിൽ ഫസ്റ്റ് 10 ദിവസം നിങ്ങൾക്ക് നോക്കാം. ഫസ്റ്റ് 10 ദിവസത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോൺ തരുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന ഡാമേജാന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒരുവിധം തട്ടിക്കൂട്ടി തിരിച്ചു വിടാൻ പറ്റും. പക്ഷേ 10 ദിവസം കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഫ്ലിപ്കാർട്ട് പോലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല. ഇതാ ഒരു Note 6 കൂടി ഇവർ ഓൾമോസ്റ്റ് ഫിക്സ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ല, ഒരുവിധമൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് Note 7 Proയിൽ ഞാൻ 2-3 ഫോണുകൾ കണ്ടു ഇതുപോലെ തന്നെ പോക്കറ്റിൽ വെച്ചിട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ പോയിരിക്കണം. അതിനും അവർ പറയുന്നത് അവർക്ക് വാറൻറ്റി കിട്ടിയില്ല എന്നാണ്. കുറേ പേര് വിഷമം പറഞ്ഞു. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഫോണാണ്, പൈസ പോയി, വാറൻറ്റി കിട്ടാനില്ല, ഫോണിൻ്റെ ഡിസ്പ്ലേ മാറ്റണമെങ്കിൽ അത്യാവശ്യം ചിലവ് വരും, പിന്നെ ഡിസ്പ്ലേ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ പെർഫെക്ഷൻ കിട്ടുകയും ചെയ്യില്ല. ഷൗമി ഫോൺ വാങ്ങുമ്പോൾ നിങ്ങൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഷൗമിക്ക് തീരെ ബിൽഡ് ക്വാളിറ്റി ഇല്ല. ഇത് ഷൗമി യൂസേഴ്സിനെ അറിയാൻ വേണ്ടി ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത് എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, താങ്ക് യു.